ഈ വാർത്തയൊന്ന് നോക്കിക്കേ. യുദ്ധം അവസാനിപ്പിക്കാത്തത് കൊണ്ട് ട്രംപിന് ദേഷ്യമാണത്രേ. ഇപ്പോൾ കിടന്ന് മോങ്ങിയിട്ട് എന്താണ് കാര്യം ട്രംപേ? ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളല്ലേ? ഇറാന്റെ പരമാധികാരത്തിന് മേൽ ചെന്ന് ബോംബിട്ടാൽ അവർ വെറുതെ ഇരിക്കുമെന്ന് അമേരിക്ക കരുതിയോ? വർഷങ്ങളായി ഉപരോധം ഏർപ്പെടുത്തുകയും അവരുടെ ശാസ്ത്രജ്ഞരെ ഒക്കെ തേടി പിടിച്ച് കൊന്നുകളയുകയും ചെയ്തപ്പോൾ ഇറാൻ അവസാനിച്ചിരുന്നോ? നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഒക്കെ തന്നെയും ശക്തമായി തിരിച്ചു വരുന്ന ഇറാനെയാണ് ലോകം മുഴുവൻ കണ്ടത്. യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ട്രംപെ എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് ഗമേനി വരുമെന്നായിരിക്കും നിങ്ങൾ കരുതി കാണുക. അതാണ് ട്രംപിന് ഇത്രയും സങ്കടം തോന്നി കാണുക, അല്ലേ? ഇപ്പോൾ യുദ്ധം നീണ്ടുപോയപ്പോൾ അമേരിക്കൻ ജനതയുടെ ചീത്തവിളിയും ട്രംപ് ആണല്ലോ കേൾക്കുന്നത്. അതാണ് ഇരുന്ന് മോങ്ങേണ്ട അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയത്. ഈ അവസ്ഥ നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ പറയൂ, ട്രംപ് ഇപ്പോൾ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് എന്താണ് കാര്യം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. ഞാൻ വിശദമായിട്ട് വാർത്തയിലേക്ക് വരാം. പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ്ടും യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുകയാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയും പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇറാനുമായുള്ള ഈ യുദ്ധത്തിൽ വ്യക്തമായൊരു തന്ത്രമോ അന്ത്യമോ ഇല്ലാതെ കാര്യങ്ങൾ നീണ്ടുപോകുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ അതൃപ്തിയിലും കോപത്തിലുമാണെന്നാണ് ആ വാർത്തകൾ. താൻ തുടക്കമിട്ട ഈ യുദ്ധം സ്വന്തം നിയന്ത്രണത്തിലല്ലാതെ നീണ്ടുപോകുമ്പോൾ വൈറ്റ് ഹൗസിനുള്ളിൽ ട്രംപ് കാട്ടിക്കൂട്ടുന്ന അസ്വസ്ഥതകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. NBC ന്യൂസിനെ ഉദ്ധരിച്ച് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു നിർണായക യോഗത്തിൽ ട്രംപ് തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ഈ യുദ്ധം ഇത്രയും ദീർഘനാളിലേക്ക് നീണ്ടു നിൽക്കുമെന്നോ ഇറാനെ തങ്ങളുടെ നിബന്ധനകൾക്ക് വഴങ്ങി ഒരു കരാറിലേക്ക് എത്തിക്കുന്നത് ഇത്രയും പ്രയാസകരമാകുമെന്നോ ട്രംപ് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഒരു സിനിമാ കഥ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ സൈനിക നീക്കം പോലെ എളുപ്പത്തിൽ ഇറാനെ മുട്ടുകുത്തിക്കാമെന്നായിരുന്നു ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആ കണക്കുകൂട്ടലുകളെല്ലാം ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ്. പുറമെ ലോകത്തിന് മുന്നിൽ ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിലും ഇറാൻ വിഷയത്തിൽ മുന്നോട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ട്രംപിന്റെ ഭരണകൂടത്തിനുള്ളിൽ തന്നെ കൃത്യമായ ഉത്തരമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഘർഷത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണെന്ന് പോലുമുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു. അതേസമയം വൈറ്റ് ഹൗസ് ഈ വാർത്തകളെ പ്രതിരോധിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ട്രംപ് ഉദ്യോഗസ്ഥരോട് കോപപ്പെട്ടു എന്ന വാർത്തകൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് തള്ളിക്കളഞ്ഞു. ട്രംപിന് അദ്ദേഹത്തിന്റെ സൈനിക നയതന്ത്ര ടീമിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും എല്ലാ അന്തിമ തീരുമാനങ്ങളും ട്രംപിന്റേത് തന്നെയാണെന്നുമാണ് വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നത്. എന്നാൽ ഇതൊരു ഔദ്യോഗിക നിഷേധം മാത്രമാണെന്നും ഉള്ളിൽ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണെന്നും നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. കാരണം മേഖലയിൽ US സേനയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമായി തുടരുകയാണ്. ദിവസവും പുതിയ പോർമുഖങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധവും സംഘർഷങ്ങളും അവസാനമില്ലാതെ നീളുന്നതിൽ ട്രംപ് രോഷാകുലനാണെന്നും ലക്ഷ്യമെന്തെന്നറിയാതെ മോങ്ങുകയാണെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ലോകത്തിന് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്: ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതും യുദ്ധം തുടങ്ങിയതും നിങ്ങൾ തന്നെയല്ലേ? അല്ലാതെ ഇറാൻ നിങ്ങളെ വന്ന് യുദ്ധം ചെയ്യാൻ വിളിച്ചതല്ലല്ലോ. എന്നിട്ടിപ്പോൾ ഇത് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് എന്താണ് കാര്യം? സ്വന്തം കൈകൊണ്ട് തീ കൊളുത്തി വിട്ട ഒരു മഹാവിപത്ത് ഇപ്പോൾ സ്വന്തം വീടിന് തന്നെ ഭീഷണിയാകുമ്പോൾ ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് അതാണ്. അഹങ്കാരവും സൈനിക ബലവും ഉപയോഗിച്ച് ലോകത്തെ ഏത് രാജ്യത്തെയും അടിച്ചമർത്താമെന്ന അമേരിക്കയുടെ പഴയ അഹന്തക്കേറ്റ കനത്ത പ്രഹരമാണ് ഇവിടുത്തെ നിലവിലെ സാഹചര്യം. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വോട്ട് ബാങ്കിനും അധികാരമോഹങ്ങൾക്കുമായി മറ്റൊരു രാജ്യത്തിന് മേൽ അനാവശ്യമായി യുദ്ധം അടിച്ചേൽപ്പിച്ചപ്പോൾ ട്രംപ് കരുതിയത് ഇതൊരു വലിയ പ്രശ്നമില്ലാതെ തീർക്കാമെന്നാണ്. എന്നാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുന്നിൽ തല കുനിക്കില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച ഇറാന്റെ ആത്മാഭിമാനത്തെയും പ്രതിരോധ വീര്യത്തെയും ട്രംപും കൂട്ടരും തീരെ വില കുറച്ചു കണ്ടു. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു ജനതയെ കേവലം ഉപരോധങ്ങൾ കൊണ്ടോ മിസൈൽ ഭീഷണികൾ കൊണ്ടോ ഭയപ്പെടുത്തി കീഴടക്കാമെന്ന വിഡ്ഢിത്തമാണ് വൈറ്റ് ഹൗസിന് പറ്റിയത്. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ നഗ്നമായ കൈകടത്തലുകളാണ് അമേരിക്ക നടത്തിയത്. അന്താരാഷ്ട്ര നയതന്ത്ര തത്വങ്ങളെയും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തി ഇറാനെ സാമ്പത്തികമായും സൈനികമായും സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയ ട്രംപിന് ഇറാന്റെ ശക്തമായ തിരിച്ചടിയിൽ ഇപ്പോൾ നിലതെറ്റിയിരിക്കുകയാണ്. വിദേശ അധിനിവേശങ്ങൾക്കെതിരെയും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്ന ഇറാൻ
തങ്ങളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താമെന്ന് കരുതിയ അമേരിക്കൻ അഹങ്കാരത്തിന് വൻ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. US ഡ്രോണുകളെയും കപ്പലുകളെയും കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് ഇറാൻ കാണിക്കുന്ന ഈ വീര്യം വാഷിംഗ്ടണിലെ യുദ്ധ പണ്ഡിതന്മാരുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചു കഴിഞ്ഞു. വർഷങ്ങളായി അമേരിക്ക നടത്തുന്ന വിദേശ ഇടപെടലുകളുടെ ഒരു വലിയ ചരിത്രമുണ്ട്. വിയറ്റ്നാമിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക ചെയ്തത് എന്താണെന്ന് ലോകം കണ്ടതാണല്ലോ. ഒരു രാജ്യത്തേക്ക് അനാവശ്യമായി അധിനിവേശം നടത്തുക, അവിടുത്തെ ഭരണകൂടങ്ങളെ തകർക്കുക, ആ നാടിനെ സംഘർഷഭരിതമാക്കുക, ഒടുവിൽ ഒന്നും നേടാനാകാതെ നാണം കെട്ട് പിന്മാറുക. ഇതായിരുന്നു അമേരിക്കയുടെ പതിവ് രീതി. അഫ്ഗാനിസ്ഥാനിൽ 2 പതിറ്റാണ്ട് കാലം യുദ്ധം ചെയ്ത് കോടിക്കണക്കിന് ഡോളർ പാഴാക്കി. ഒടുവിൽ താലിബാന് ഭരണം തിരികെ നൽകി ഓടിപ്പോകേണ്ടി വന്ന അമേരിക്കൻ നാണക്കേട് നമ്മൾ അടുത്ത കാലത്താണ് കണ്ടത്. അതേ ചരിത്രം തന്നെയാണ് ഇപ്പോൾ ഇറാനിലും ആവർത്തിക്കുന്നത്. നാണം കെടുമെന്ന് നിശ്ചയമാണ്. പദ്ധതികളെല്ലാം പാളി. യുദ്ധത്തിന് ഒരു കൃത്യമായ അന്ത്യം കണ്ടെത്താനാവാതെ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന ട്രംപിന്റെ ചിത്രം ഒരു വലിയ പരാജയത്തിന്റെ തെളിവല്ലാതെ മറ്റെന്താണ്? തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞിട്ട് ഇപ്പോൾ പുകയുന്നു എന്ന് പറഞ്ഞ് കരയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്നാണ് മനസ്സിലാവാത്തത്. അനാവശ്യമായി നിങ്ങൾ തീകൊളുത്തിയ യുദ്ധത്തിൽ ഇറാന്റെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അമർഷം കൊണ്ട് സ്വന്തം ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. സ്വയം വരുത്തിവെച്ച ഈ പരാജയത്തിന് അമേരിക്ക ലോകത്തോട് മറുപടി പറഞ്ഞേ മതിയാകൂ. അല്ലാതെ ട്രംപിനും ഒരു മോചനം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഇറാന്റെ സൈനിക വ്യൂഹമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC കേവലം ഒരു സാധാരണ സൈന്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. അതൊരു ആശയമാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും മടിക്കാത്ത ഒരു വലിയ ജനവിഭാഗത്തിന്റെ പിന്തുണ അവർക്കിന്നുണ്ട്. പാശ്ചാത്യ ശക്തികൾ എത്ര തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും തങ്ങളുടെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മിസൈലുകളും ഡ്രോണുകളും നിർമ്മിച്ച് തിരിച്ചടിക്കാൻ ഇറാൻ പ്രാപ്തി നേടിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യവും അമേരിക്ക തിരിച്ചറിയണമായിരുന്നു. പക്ഷേ ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കുന്നതിൽ അമേരിക്കയ്ക്ക് തെറ്റുപറ്റി. ഇന്ന് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നത്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. കടൽമാർഗമുള്ള ആഗോള വ്യാപാരം തടസ്സപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് ഇത് കാരണമാകുന്നു. സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ വാശിയും അഹങ്കാരവും ലോക സമാധാനത്തെ തന്നെ എങ്ങനെ അപകടത്തിലാക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ യുദ്ധം. ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി പോലും ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ തണലിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങൾ പോലും അനാവശ്യമായി യുദ്ധങ്ങളിലേക്ക് അമേരിക്കൻ നികുതി പണം ഒഴുക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. മറ്റ് രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ സ്വന്തം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതെന്ന് സ്വന്തം ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും യാതൊരു വീണ്ടുവിചാരവും ഇല്ലാതെ എടുത്ത തീരുമാനങ്ങൾ ട്രംപിനെ ഇപ്പോൾ വല്ലാത്തൊരു കെണിയിലാണ് എത്തിച്ചിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് അവസാനിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞത ട്രംപിന് ഇല്ലാതെ പോയി. ഇറാനെ പോലൊരു രാജ്യത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് കരുതിയത് വലിയൊരു രാഷ്ട്രീയ മണ്ടത്തരം തന്നെയായിരുന്നു. ഇസ്രായേലിന്റെ വാക്കുകേട്ട് സഖ്യകക്ഷികളുടെ പോലും പിന്തുണയില്ലാതെ ഏകപക്ഷീയമായി എടുത്ത പല തീരുമാനങ്ങളും അമേരിക്ക അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾക്ക് സാധ്യത ബാക്കിയാക്കാതെ മുഴുവൻ കത്തിച്ചു കളഞ്ഞ ട്രംപ് ഭരണകൂടം ഇപ്പോൾ സ്വന്തം കെണിയിൽ തടവിലാക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ സ്വന്തം മണ്ണിനായി പോരാടുന്ന ജനത ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നതാണ് ആ സത്യം. അത് വിയറ്റ്നാമിൽ നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ പശ്ചിമേഷ്യയിലും ആവർത്തിക്കുകയാണ് എന്ന് മാത്രം. അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് ഇറാൻ നൽകുന്ന ഈ കടുത്ത മറുപടി ഭാവിയിൽ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്ന ഏതൊരു വൻ ശക്തിക്കും ഒരു വലിയ മുന്നറിയിപ്പും വലിയൊരു ചരിത്ര പാഠവും തന്നെയാണ്. താൻ വരുത്തിവെച്ച ഈ വിനയിൽ നിന്ന് എങ്ങനെ തലയൂരുമെന്നറിയാതെ നിൽക്കുന്ന ട്രംപിന്റെ ചിത്രം കാണുമ്പോൾ ലോകത്തിന് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾ കൊയ്യുന്നത്. മറ്റുള്ള രാജ്യങ്ങളെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ ഓർക്കുക, ആ തീപ്പൊരി നിങ്ങളുടെ സ്വന്തം വീടിനെയും ചുട്ടുചാമ്പലാക്കും. ഈ അനാവശ്യ യുദ്ധം അവസാനിപ്പിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക എത്രയും വേഗം തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. അതല്ലെങ്കിൽ ചരിത്രം ട്രംപിനെ രേഖപ്പെടുത്തുക സ്വന്തം അഹങ്കാരം കൊണ്ട് ലോകത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട, ഒടുവിൽ സ്വന്തം കെണിയിൽപ്പെട്ട പരാജയപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ടായിരിക്കും. ഇനി നിങ്ങൾ പറയൂ, ട്രംപ് വരുത്തിവെച്ച വിനയല്ലേ അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.